നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതി 50,000 കോടിക്കടുത്തേക്ക് എത്തുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ സർക്കാർ പങ്കിട്ട കയറ്റുമതി വിവരങ്ങൾ വിജയക്കൊടി പാറിക്കുന്നതാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് പ്രതിരോധ മന്ത്രാലയം. ഏപ്രിൽ-ജൂൺ കാലയളവിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 6,915 കോടി രൂപയായിരുന്നുവെന്ന് ഡാറ്റ കാണിക്കുന്നുണ്ട്. മുൻ സാമ്പത്തിക വർഷത്തിലെ ഇതേ കാലയളവിലെ 3,885 കോടി രൂപയേക്കാൾ 78% കൂടുതലാണിത്. കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് പോലെ പൊതു സ്വകാര്യ മേഖലകളുടെ വിഹിതം യഥാക്രമം 60%-വും 40%-വുമായിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 32.5% വർദ്ധിച്ചുവെന്നും ആദ്യമായി 21,000 കോടി രൂപ കടന്നുവെന്നും പ്രതിരോധ മന്ത്രാലയം ഏപ്രിലിൽ പ്രഖ്യാപിച്ചിരുന്നു. 2013-14 സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ പ്രതിരോധ കയറ്റുമതി 31 മടങ്ങാണ് വർദ്ധിച്ചത്. ഇന്ത്യ നിലവിൽ ഏകദേശം 85 രാജ്യങ്ങളിൽ സൈനിക ഹാർഡ്വെയർ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 100ഓളം പ്രാദേശിക സ്ഥാപനങ്ങൾ ഈ ശ്രമത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വിവിധതരം റഡാറുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. സൈനിക കയറ്റുമതി കുത്തനെ ഉയർന്നിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ നയപരമായ സംരംഭങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും പിൻബലത്തിൽ ഇറക്കുമതി കുറഞ്ഞു എന്ന് തന്നെ പറയാം. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം വരും വർഷങ്ങളിൽ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ തന്നെയാണ് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. 2023-24 പ്രതിരോധ കയറ്റുമതി റെക്കോർഡ് ആയി 21,083 കോടി രൂപയിലെത്തിയിരുന്നു. ഇത് ചരിത്രപരമായ ഒരു ഏട് തന്നെയായിരുന്നു. അപ്പോൾ വരും വർഷങ്ങളിൽ 50,000 കോടി രൂപയുടെ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുകയാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നതെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 3 ട്രില്യൺ രൂപയിലെത്തുമെന്നും സൈനിക ഹാർഡ്വെയർ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞത് വെറുതെയല്ല. വാർഷിക ആഭ്യന്തര പ്രതിരോധ ഉൽപാദനത്തിൽ ശ്രദ്ധേയമായ വർധനവ് എടുത്തു കാണിക്കുന്നുണ്ട്. സ്വകാര്യ പ്രതിരോധ മേഖലയുടെയും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഗണ്യമായ ശ്രമങ്ങളാണ് ഈ കുതിച്ചുചാട്ടത്തിന് കാരണം. കയറ്റുമതി അനുമതികളിൽ വർധനവ് എന്നതും എടുത്തു പറയണം. പ്രതിരോധ കയറ്റുമതിക്കാർക്ക് നൽകുന്ന കയറ്റുമതി അംഗീകാരങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായി സാമ്പത്തിക സർവേ റിപ്പോർട്ട് ചെയ്തു. അംഗീകാരങ്ങളുടെ എണ്ണം 2023-ൽ 1,414 ആയിരുന്നത് 2024-ൽ 1,505 വർദ്ധിച്ചു. ഇത് വർഷാവർഷം ഏകദേശം 6.6% വളർച്ചയെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഈ വർധനവ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വിപുലീകരിക്കാൻ ഏറെ സഹായിച്ചു. പ്രതിരോധ കയറ്റുമതിയുടെ വൈവിധ്യമാർന്ന ഒരു ശ്രേണി നോക്കുകയാണെങ്കിൽ 100ഓളം ആഭ്യന്തര കമ്പനികൾ അടങ്ങുന്ന ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഡോണിയർ 228 വിമാനങ്ങൾ, ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, പിനാക മൾട്ടി ലോഞ്ച് റോക്കറ്റ് സംവിധാനങ്ങൾ, ആകാശ് വ്യോമ പ്രതിരോധ മിസൈലുകൾ, പീരങ്കി തോക്കുകൾ, റഡാറുകൾ, സിമുലേറ്ററുകൾ, കവചിത വാഹനങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കയറ്റുമതിയുടെ വൈവിധ്യവും ഗുണനിലവാരവും മികച്ച 25 ആയുധ കയറ്റുമതി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലയ്ക്ക് കാര്യമായ ഒരു സംഭാവന നൽകിയിട്ടുണ്ട്. പ്രധാന കയറ്റുമതി ലക്ഷ്യസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും സാമ്പത്തിക സർവേ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും അർമേനിയ ശ്രദ്ധേയമായ ഒരു ലക്ഷ്യസ്ഥാനമായി ഉയർന്നിട്ടുണ്ട്. പിനാക റോക്കറ്റുകളും ആകാശ് വ്യോമ പ്രതിരോധ മിസൈലുകളും അർമേനിയയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള കരാറുകളിൽ ഉണ്ട്. എക്കാലത്തെയും ഉയർന്ന പ്രതിരോധ കയറ്റുമതി കൈവരിക്കുന്നതിന് സ്വകാര്യ പ്രതിരോധ മേഖലയും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളും നടത്തിയ അതിശക്തമായ ശ്രമങ്ങൾ എടുത്തു പറയേണ്ടതാണ്. കയറ്റുമതി നടപടിക്രമങ്ങൾ ലളിതമാക്കുക, വ്യവസായ സൗഹൃദമാക്കുക, കാലതാമസം കുറയ്ക്കുക, എൻഡ് ടു എൻഡ് ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുക എന്നിവയുൾപ്പെടെ നിരവധി നയസംരംഭങ്ങളിലൂടെ കഴിഞ്ഞ 10 വർഷമായി പ്രതിരോധ കയറ്റുമതിക്ക് സർക്കാർ ഊന്നൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. ഇനിയും പ്രതിരോധ രംഗത്ത് വമ്പിച്ച നേട്ടങ്ങൾ കൊയ്യാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ.